ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിലയെക്കുറിച്ചാണ്. എല്ലാവർക്കും സംശയമുള്ള അല്ലെങ്കിൽ ഈ വിഷയം അറിയുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരു വിഷയമാണ് വില. വില കൂടുതലാണെന്ന ധാരണ ഉണ്ടാകും. അതിൻ്റെ പരിഹാരം എന്താണ്? സത്യത്തിൽ ഇതിൻ്റെ വിലയുടെ പ്രാധാന്യം മനസ്സിലാകേണ്ടത് ഇതിൻ്റെ നേട്ടം മനസ്സിലായാലാണ്. ലോകത്ത് നിലവാരമുള്ളൊരു വസ്തുവാകുമ്പോൾ അതിന് വിലയുണ്ടാകും. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വില ആരും ഒരു പ്രശ്നമാക്കാറില്ല. ഉദാഹരണം ഞാൻ തന്നെ. എനിക്ക് ഇതിൻ്റെ വില കൂടുതലാണെന്ന് മനസ്സിലാക്കി ഞാനത് മാറ്റിവെച്ചതായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കെ അത് കഴിഞ്ഞു, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അതിനുശേഷം വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുകയും കുറച്ച് വെയിറ്റ് കൂടിയതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ചെക്കപ്പ് നടത്തി. ബോഡി ഫാറ്റ് തന്നെ 40 ഉണ്ട്. ചെക്കപ്പിലെ എല്ലാ വിഷയങ്ങളും ഇച്ചിരി കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കൊളസ്ട്രോളും മറ്റ് ബ്ലഡിലെ ചെക്കപ്പുകളുടെ മറ്റ് അളവുകൾ പലതും പഠിച്ചു നോക്കുമ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും വെയിറ്റ് ലോസ് നടത്തുകയും ചെയ്തപ്പോൾ ചെറിയൊരു കാലയളവിനിടയിൽ എനിക്ക് നല്ല മാറ്റം, സാരമായി ആരോഗ്യത്തിൽ മാറ്റം ഫീൽ ചെയ്തു. എന്നാൽ അതൊരു 2-3 ആഴ്ച മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 3-4 ആഴ്ച കൊണ്ട് ശരീരത്തിൽ നന്നായിട്ട് ക്ലെൻസിങ് നടക്കാനും നല്ല മാറ്റവും അനുഭവപ്പെട്ടപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കി. എനിക്കെങ്ങാനും ഒരു ട്രീറ്റ്മെൻറ്റ് റൂട്ടിൽ പോകേണ്ടി വന്നിരുന്നെങ്കിൽ ചിലവ് വളരെ കൂടുതൽ, ലക്ഷങ്ങൾ ചിലവ് വരുമായിരുന്നു. അതുകൂടാതെ നിരന്തരം മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരുമായിരുന്നു, നിരന്തരം ചികിത്സകൾക്ക് വിധേയരാകേണ്ടി വരുമായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം നമുക്ക് സ്വസ്ഥത നമ്മുടെ കൂടെ കിട്ടുകയുമില്ല. എന്നാൽ ഇത് സ്വസ്ഥതയുണ്ട്. ആപേക്ഷികമായി എനിക്ക് ചിലവായത് ഒരു മാസത്തേക്ക് ഒരു 10,000 ആ ഒരു റേഞ്ചിലാണ് ചിലവായത്. ഇപ്പോഴും പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും നല്ല സാധ്യത ഈ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തുന്നതാണ്. ആരോഗ്യത്തിൻ്റെ മൂല്യം മനസ്സിലാകുമ്പോൾ ചികിത്സക്ക് വേണ്ടി 10 രൂപ ചെലവഴിക്കുന്നതാണ് ചികിത്സ ഇല്ലാതിരിക്കാൻ ഉപകാരപ്പെടാൻ വേണ്ടി 100 രൂപ ചെലവഴിക്കുന്നതിനേക്കാൾ ലാഭം അതാണ്. എന്ന് മാത്രമല്ല, മൈൻഡ് കൊണ്ടും ആരോഗ്യം കൊണ്ടും നാം കുറച്ചുകൂടി നല്ല അവസ്ഥയിലേക്ക് വരാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും കൂടുതൽ വരുമാനമുണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വർക്ക് ചെയ്യാനും അതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉയരാൻ നമ്മെ സഹായിക്കുന്നത് ഈ ആരോഗ്യമാണ്. ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നത് പ്രൊഡക്റ്റുമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇതിൻ്റെ ചിലവ് അത് സാധാരണക്കാരനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല അവസ്ഥ ഈ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. നാം ഇതിൻ്റെ ഒരു ഷെയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് സാധാരണ സെന്ററുകളിൽ പോയി ഷെയ്ക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഷെയ്ക്കിന് 300 രൂപയാണ് ഇപ്പോൾ ഈടാക്കാറുള്ളത്. എന്നാൽ സ്വന്തം നാം തന്നെ പ്രിപ്പയർ ചെയ്തത് ഉപയോഗിക്കുമ്പോൾ ഒരു 100 രൂപ 150 രൂപ എന്ന രീതിയിൽ ഒരുപക്ഷെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നാം അതിലൂടെ നേടുന്ന നേട്ടം ജീവിതത്തിൽ ഒരു മാസത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊരു വലിയ നേട്ടമായി നമുക്ക് അനുഭവപ്പെടും. മറ്റ് പ്രൊഡക്റ്റ് ഷെയ്ക്ക് മാത്രമല്ല, ഷെയ്ക്കിന് പുറമെ മറ്റ് ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ആ പ്രൊഡക്റ്റൊക്കെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗപ്പെടുത്തുകയും വലിയ വിപ്ലവം സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലായാൽ, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ അതിൻ്റെ വില ഒട്ടും വിഷയമല്ല. 2 കാര്യം പറയാനുള്ളത്: ഒന്ന്, അതിൻ്റെ നിലവാരം മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ ആ റിസൾട്ട് കാണുകയും അത് കിട്ടിയ ഒരാളെ മറ്റൊരാൾ കാണുകയും ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഒരിക്കലും വില ഒരു പ്രശ്നമേ ആവില്ല. എത്ര വിലയായാലും അതിൻ്റെ നേട്ടം മനസ്സിലാകുമ്പോൾ വില ചെറുതാണ് എന്ന ബോധ്യം ഏതൊരാൾക്കും ഉണ്ടാകുന്നത് കാണാം. ഹെർബലൈഫ് ഇല്ലാതെ സാധാരണ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ശരീരത്തിന് കാര്യമായ വിറ്റാമിനുകളുടെയോ മിനറലുകളുടെയോ സാധ്യത കുറവാണ്, അതിൻ്റെ ഇൻപുട്ട് കുറവാണ്. എന്നാൽ കലോറി വളരെ കൂടുതലുമാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലും അരിയാഹാരങ്ങളാണ്. അതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്നതും കാണാം. ഇത്തരം ഫുഡുകളിൽ നിന്നൊക്കെ കൂടുതൽ കലോറി ബോഡിയിൽ സെറ്റാവുകയും പലതും ശരീരത്തിന് കൂടുതൽ അപകടം വരുത്തി വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹെർബലൈഫ് പ്രൊഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് കലോറി വളരെ കുറവായതിനാൽ അതോടൊപ്പം കിട്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ് ഒരു ഷെയ്ക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ 19 മിനറലുകൾ, വിറ്റാമിനുകൾ, മിനറലുകൾ കിട്ടുന്നത് കൊണ്ട്
ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഗണ്യമായ പുരോഗതി ഉണ്ടാക്കുകയും വെയിറ്റ് കുറക്കാനും സഹായിക്കുന്നു. ഇനി വെയിറ്റ് കൂട്ടാൻ സഹായിക്കുന്നത്, അത് വേറെ തന്നെ, വെയിറ്റ് കൂട്ടുന്നതും കുറക്കുന്നതിനെ കുറിച്ച് വേറെ തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് വിലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കൂട്ടാനും കുറക്കാനും ഒരേ പ്രൊഡക്റ്റ് തന്നെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തുന്ന രീതി വ്യത്യാസമാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അത് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വലിയ ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യുന്നു. ആ ഗുണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയ നേട്ടമാണ്. ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ അദ്ദേഹത്തിന്റെ അധ്യാപന ജോലിക്കിടയിൽ എപ്പോഴും ക്ഷീണം കൂടുന്ന സമയത്ത് അധ്യാപനത്തിന്റെ മികവ് കുറയുന്നു. കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതോറിറ്റിക്ക് അദ്ദേഹത്തെ മടുക്കുന്നു, കുട്ടികൾക്കും അദ്ദേഹത്തെ മടുക്കുന്നു. അദ്ദേഹം ആ ഫീൽഡിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആക്ഷേപം നേരിടുന്നു. ഈ സ്ഥാനത്ത് അദ്ദേഹത്തിനൊരു ജോലി നഷ്ടപ്പെടാനും പിന്നീട് അദ്ദേഹത്തിന്റെ നിലവാരം കുറയാനും കാരണമാകുമ്പോൾ അതിന് പകരം നാം ഈ രീതിയിൽ ആരോഗ്യത്തിന് വിധേയരാകുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, കൂടുതൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുന്നു, കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്നു. ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ വിലയുടെ വിഷയത്തിലും കിട്ടുന്ന നേട്ടങ്ങൾ മനസ്സിലാകുമ്പോൾ അത് വലിയ നേട്ടങ്ങളാണ്, വലിയ ഗുണമാണ്. വില ഒരു പ്രശ്നമല്ല എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും.